ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലയോ? ക്ഷമിക്കണം, മാപ്പ് തരൂ, മല മാപ്പ് തരൂ. മാപ്പ് കരോ ആണോ പിയ? മാപ്പ് കരോ. വെറുതെ കഷ്ടപ്പെട്ട് ഹിന്ദി പിടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും എന്നോട് ക്ഷമിക്കുക, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്തായിട്ടാ നമ്മളെ വീഡിയോ ചെയ്യാത്തത്? സത്യം പറഞ്ഞുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാത്തതിന് ഒരു 1, 2, 3, 4, 5 കാരണങ്ങളുണ്ട്. കുറച്ച് പേഴ്സണലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി റിലീവ് ചെയ്യുന്നില്ല അതെന്താന്നുള്ളത്. പക്ഷേ സംഭവം എൻ്റെ റുട്ടീൻ കംപ്ലീറ്റ്ലി മാറി. അപ്പം ഈ ടുവേർഡ്സ് ദി എൻഡിങ് ക്ലോസിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കോളേജ് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ PA സ്കൂൾ അടച്ചു. അപ്പോഴത്തേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പിന്നെ അവളുടെ എക്സാം ടൈം ആണെങ്കിലും ഒരു എന്താ പറയുക, നമ്മുടെ ആ റുട്ടീൻ മൊത്തം തെറ്റിയൊരു സമയമായിരുന്നു. എനിക്കിവിടെ കുക്ക് ചെയ്യണ്ടായിരുന്നു. മെയിൻ തിങ്, ഞാൻ കുക്ക് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ വൈകുന്നേരം വന്നിട്ട് എടുത്ത് കളയേണ്ട ഒരവസ്ഥ വന്നു. അത് ശരിയാണോ ഗൈസ്? തെറ്റാണ്. അതിന് നമുക്ക് സെന്തിലേട്ടനൊരു അടി കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സെന്തിലേട്ടന് ആ സമയത്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പം ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറികളൊക്കെ അങ്ങനെ തന്നെ വെളിയിൽ വെക്കും, ഫ്രിഡ്ജിലെടുത്ത് വെക്കില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കേടായി പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം പിയ ഇവിടെ സ്കൂളിൽ പോകണ്ടാത്ത ദിവസമാണെങ്കിൽ പിയ അമ്മയുടെ അടുത്തായിരിക്കും, എൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും, അടുത്ത് തന്നെയാണ്. അപ്പോൾ അമ്മയാണ് ഫുഡൊക്കെ കൊടുക്കുക അവൾക്ക്. അപ്പോൾ പിന്നെ എനിക്ക് പിയുടെ കാര്യം നോക്കണ്ട, എനിക്ക് എൻ്റെ കാര്യം പിന്നെ ഏട്ടൻ്റെ കാര്യം. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഏട്ടനും കൂടെ കുക്ക് ചെയ്തിട്ട് പോകേണ്ടി വരും. പക്ഷേ ഏട്ടൻ ഇല്ലാത്ത സ്ഥിതിക്ക്, ഏട്ടൻ ഇവിടെ വരാത്ത സ്ഥിതിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കിയാൽ മതി. എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. അപ്പം ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ഞാൻ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കും. എന്താ പറയുക, ഭയങ്കര സുഖമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ അടുക്കും ചിട്ടയും സംഭവങ്ങളെല്ലാം പോയി. പക്ഷേ ഈ രാവിലെ എണീക്കുന്നതും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എന്താണെങ്കിലും കോളേജിൽ പോകണം. ഏകദേശം 20 days ആയി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ഇടാതിരിക്കും തോറും നമുക്ക് ഭയങ്കര മടി വരും. സത്യമാണ്. സങ്കടം ഒരു സ്ഥലത്തുണ്ട്, എന്നാലും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, സുഖമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയ്യായ്മ ആയോ? കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ച് ഒരുപാട് സ്നേഹത്തിൽ മെസ്സേജസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെയാണ്, ടച്ച് വുഡ്, പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഈ ഹീമോഗ്ലോബിൻ്റെ ലെവലൊക്കെ കുറവായിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് കയറി. വൈറ്റമിൻ D സംഭവങ്ങളെല്ലാം കുറഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഫാമിലിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളും കുറച്ച് ഡൗൺ ആയി പോകുമല്ലോ. നമ്മുടെ ആ ഒരു റുട്ടീൻ മൊത്തത്തിൽ മാറി, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നീട് ഉള്ളൊരു സംഭവം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റുട്ടീൻ മാറി. അപ്പോൾ രാവിലെ വന്ന് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ 3:30 AM മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മൾ രാവിലെ എണീറ്റ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറണമെന്നേ ഇല്ല, കയറണ്ട ശരിക്കും. പക്ഷേ എൻ്റെ ജോലിയുടെ കാര്യങ്ങളായിട്ട് എനിക്ക് രാവിലെ എണീറ്റ് കിച്ചണിൽ കയറി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കൂടുതൽ സമയം എൻ്റേതായ സമയം ചിലവഴിക്കാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നു, നമ്മൾ ഹറിബറിയായിട്ട് പോകുന്നു, കോളേജിലെ കാര്യങ്ങൾ തിരിച്ചു വരുന്നു, പിന്നെയും അങ്ങനെ തന്നെയാണ് റുട്ടീൻ. പക്ഷേ ഇനിയിപ്പോൾ വെക്കേഷൻ ആയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ റുട്ടീനിലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇനി എന്താണ് ആ ചേഞ്ച് റുട്ടീൻ എന്നുള്ളത് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം ഗൈസ്. കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അല്ലേ ചേട്ടാ? യെസ്, നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ ഹോം വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടുന്ന് കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും സെന്തിലേട്ടൻ്റെ ഒരു മെയിൻ പരിപാടിയാണ്. ഈ കട്ടിലെടുത്ത് അപ്പുറത്തിടുക, അപ്പുറത്തെ കട്ടിലെടുത്ത് ഇങ്ങോട്ടിടുക, അങ്ങോട്ടും തിരിച്ചിടുക. പക്ഷെ ആ ഒരു നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ടോട്ടൽ വൈബ്, ആ ഒരു മൂഡ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമാണ്. ശരിക്കും നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയി താമസിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ റീഅറേഞ്ച്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കം ഓൺ ക്യാമറമാൻ ഫോളോ മീ, സെന്തിലേട്ടനാണ്. നമ്മളിത് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ചെടികളൊക്കെ ഇങ്ങോട്ട് വെച്ചു. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെ കൂടെ ഗണപതി ഭഗവാനെയും വരും കാണിക്കും പ്ലീസ്. ബുദ്ധൻ്റെ കൂടെ നമുക്ക് ഗണപതി ഭഗവാനെ, കൃഷ്ണനെ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങോട്ട് ഇരുത്തി അങ്ങോട്ട് സന്തോഷം വാരി കൂരി വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, അത് കുറച്ച് പച്ചപ്പും ഹരിതാപയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെടികളും മണി പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ സോഫ, എൻ്റെ അച്ഛൻ്റെ റിക്ലൈനർ, അതിങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിലിങ്ങനെ ഇരിക്കുക, നല്ല സുഖമാണ്.
ഓക്കെ അയ്യോ ഓക്കെ. പിന്നെ എവിടെയാണ് ഏട്ടൻ്റെ വർക്ക് സ്പേസ് ഒക്കെ എവിടെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സോഫ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായി, വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഇതെല്ലാം ഇവിടെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നില്ല അവിടെ. അപ്പം നമ്മുടെ TV യൂണിറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി, എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസറ്റ്സ്, അച്ഛൻ്റെ കാസറ്റ് കളക്ഷൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ താഴെ തന്നെ ഇരിക്കട്ടെ അച്ഛൻ്റെ കാസറ്റ്സ് എല്ലാം. ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. എനിക്ക് ഈ കാസറ്റ്സ് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ്, പക്ഷേ ഇത് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ടേപ്പ് റെക്കോർഡർ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ വന്ന് ഈ കാസറ്റ് കളക്ഷനൊക്കെ കണ്ടപ്പോഴാണ് ആൾ പറഞ്ഞത് ഇവിടെ ആളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതേ നമ്മുടെ മുത്ത് കണ്ടോ. അപ്പോൾ ഇവനെ ഇവിടെ കൊണ്ട് എനിക്ക് തന്നു. എന്താ പറയുക, ഇർഫാൻ കണ്ടപ്പോഴാണ് ഇർഫാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ട് സാധനം ഉണ്ടെന്ന് പറഞ്ഞ ആൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് പ്ലേ ആവുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം സോണിയുടെ നല്ലൊരു പ്ലെയറാണ് ഇത്. കാസറ്റ് പ്ലെയറുമാണ്, അതേപോലെ CD പ്ലെയറുമാണ് കേട്ടോ. അപ്പം CD ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഇതേപോലെ ഇതിൻ്റെ അധികമായിട്ട് കളക്ഷൻസ് ഉണ്ട്. CDസിൻ്റെ തന്നെ ഓഡിയോ CDs ഉണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്തു. എനിക്കത് ശരിയാവുമോ എന്നറിയാണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ ശരിയാക്കുന്ന ഒരു ചേട്ടനുണ്ട്, രാജൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ചേട്ടനത് ശരിയാക്കി കിട്ടും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കംപ്ലയിൻറ്റ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വലിയ പാട്. ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ പാർട്സിന് വേണ്ടിയിട്ട് കുറേ നോക്കി എന്താണെങ്കിലും ഫൈനലി അത് ഒപ്പിച്ച് തന്ന് ചേട്ടൻ ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ് ഗൈസ്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഇതിൽ കുറേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എവിടെ ഇതായിരുന്നോ? ആ ഇതന്നെ. വെക്കണം അല്ലേ? പ്ലേ പറയും പേയ്മെൻ്റ് അമ്മയ്ക്ക് അച്ഛനെ കാണാൻ കൊതിയാണ്. പിന്നെ അമ്മയ്ക്ക് അച്ഛനാണെങ്കിൽ കമ്മലും എല്ലാം വേസ്റ്റ് കൊടുക്കാൻ സാരിയൊക്കെ ചുരിദാറും ഒക്കെ. അയ്യോ ചുമ്മാതെ ഞാൻ പറഞ്ഞത്, ചുമ്മാറൊന്നുമില്ല. അമ്മയ്ക്കൊരു സാരിയോ മറ്റു സാരിയോ എല്ലാം മതി. അവളൊരു കൊതിക്കാണ്. അല്ലാതെ ഞാൻ കളിച്ചെന്ന് കളിച്ചേക്ക് കള്ളം പറയാണ്. അല്ല നീ അമ്മ ആരും എന്റെ നെഞ്ഞ് തടിച്ചു. എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ നോക്കേ, ടു മൈ ഡിയർ അച്ഛൻ ശ്രീ ആൻഡ് ചാരു. ശ്രീ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ, ചാരു ഞാനും. അപ്പോൾ എൻ്റെ പെറ്റ് നെയിമാണ് ചാരു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അച്ഛൻ ദുബായിലായിരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വാട്സപ്പും റെക്കോർഡിങ്ങും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വല്ലപ്പോഴും ഒരു ISD കോൾ ചെയ്യുന്നു, അപ്പം നമ്മൾ സംസാരിക്കുന്നു. അന്ന് ഭയങ്കര പൈസയാണല്ലോ കോൾ ചെയ്യുന്നതിനൊക്കെ. അത് നമ്മുടെ വീട്ടിലേക്ക് വല്ലപ്പോഴാണ് കോൾ വരെ. നമ്മൾ വിളിക്കണമെങ്കിൽ ഇതേപോലെ ബൂത്തിൽ പോയിട്ടൊക്കെ വിളിക്കേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ ഫ്രണ്ട് സന്തോഷങ്ങളാണെങ്കിലും അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്ന ആൾക്കാർ വരുന്നവരടുത്ത് തിരിച്ചു പോകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും സന്തോഷമാവനാണ് കേട്ടോ, മാവൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് കൊടുത്തു വിടുന്ന കാസറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ സ്നേഹത്തോടുകൂടി അച്ഛന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ എൻ്റെ പാട്ടുണ്ട്, ചേച്ചിയുടെ പാട്ടുണ്ട്, പിന്നെന്താ കുറേ കഥകളുണ്ട്, നമ്മുടെ കുറേ സങ്കടങ്ങളുണ്ട്. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഓരോന്ന് അച്ഛൻ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് കുറേ രസമാണ്. ഇത് ഫുള്ളിരുന്ന് കേട്ടിട്ട്
ശരിക്കും നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലാണത്. അതായത് നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അച്ഛാ കമ്മൽ കൊണ്ടുവരണേ, മാല കൊണ്ടുവരണേ, കൊലുസ് കൊണ്ടുവരണേ, ഡ്രസ്സ് കൊണ്ടുവരണേ, പാവ കൊണ്ടുവരണേ, ബൊമ്മ കൊണ്ടുവരണേ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ബട്ട് ഫൈനലി കരഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയും കൂടെ പറയുന്ന ഒരു സംഭവമുണ്ട്, അച്ഛനൊന്നും കൊണ്ടുവരണ്ട, അച്ഛനിങ്ങ് വന്നാൽ മതി, അച്ഛനെ കണ്ടോളാൻ വയ്യ. അപ്പൊ ചേച്ചി പറയുന്നുണ്ടല്ലേ ഞാൻ അച്ഛൻ്റെ വാലാട്ടിക്കിളിയാണ്, വേഗം വരണേ, അച്ഛൻ വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ. അതായത് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ 2 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം രണ്ടുപേരും പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ സമയത്തുള്ള എന്താ പറയുക, പിയുടെ ഒന്നും പ്രായമല്ല കേട്ടോ, വളരെ ചെറുത്. പിയൊക്കെ വലിയ ചേച്ചി. ഞാനൊക്കെ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് പോലും അച്ഛനടുത്ത് അങ്ങനെ സംസാരിക്കുന്ന കുറേ സ്വീറ്റ് മെമ്മറീസ് ആണ്. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അഗൈൻ താങ്ക്സ് ടു ഇർഫാൻ എനിക്കിത് കൊണ്ട് തന്നതിന്. കാരണം ഇത് ശരിയാക്കി തന്ന രാജചേട്ടനും എനിക്കിത് ഗിഫ്റ്റ് ചെയ്ത ഇർഫാനും 100 നന്ദി. കാരണം അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പം ഇതൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇത്ര വർഷമായിട്ടും ഇതിനൊന്നൊരു കേടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഒരു പ്രശ്നവും ഇതിന് പറ്റിയിട്ടില്ല. കാസറ്റ്സ് എല്ലാം വർക്കിംഗ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. അതാണ് ആകെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. കാരണം ഈ ഇതിലെന്തെങ്കിലുമൊക്കെ ഫംഗസ് ഒക്കെ വന്നിട്ട് പ്രശ്നമായി എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് മിസ്സാവാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതിലുള്ള എല്ലാ കാസറ്റ്സും ഇതേപോലെ പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പം രാവിലെ എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, ഇതിൽ കുറച്ച് പാട്ട്, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കാസറ്റ് ഇത് ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പോലെ ഓക്കെ ഇത് കേൾക്കാമെന്ന് പറഞ്ഞ് എടുക്കുന്നു, എന്നിട്ട് അത് പ്ലേ ചെയ്യുന്നു. അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. ലതാജി കളക്ഷൻസ് ഉണ്ട്, ഫേവറേറ്റ് സോങ്സ് ഓഫ് ലതാജി, ബെസ്റ്റ് ഓഫ് ചിത്ര, അതേപോലെ നമ്മുടെ ആ സമയത്ത് ഈസ്കൂസ് വിജയൻ്റെ സോങ്സ് ഇല്ലേ, ഓർമ്മയ്ക്കായി, നിനക്കായി, അങ്ങനത്തെ സ്വന്തം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതേ സുവർണഗീതം, പിയക്ക് ഇതാന്ന് തോന്നുന്നു ഇഷ്ടം. ഇതേ സ്വന്തം, ഇതിൻ്റെ എല്ലാം കാസറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ പഴയ സിനിമകളെ അന്നത്തെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അതായത് ഈ ഓഡിയോ റിലീസ് എന്ന് പറഞ്ഞ് വരുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. അതായത് സിനിമ റിലീസാവുന്നതിന് മുന്നേ തന്നെ കാസറ്റ്സ് ആവും. അപ്പോൾ ആ കാസറ്റിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണുന്നതിനെക്കാട്ടിനും ഭയങ്കര ഇഷ്ടത്തോടു കൂടി അച്ഛനിങ്ങനെ കാത്തിരിക്കും. ഓഡിയോ റിലീസായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ, ആ കാസറ്റ് വരുന്ന ദിവസം തന്നെ അച്ഛൻ പോവും. ഒരുപാട് അപ്പോഴത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് റൂമിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഹാളിൽ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടന്നിട്ട് അച്ഛൻ ഭയങ്കര വോളിയത്തിലാണ് പാട്ട് കേൾക്കുക. ചെറിയ വോളിയത്തിലൊന്നുമല്ല, ഭയങ്കര വോളിയത്തിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ കിടന്നാൽ ചോറങ്ങും. അങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു രീതി. അപ്പം എനിക്ക് ഈ ഓരോ പാട്ടുകളും മെമ്മറീസാണ്. അച്ഛൻ അവിടെ കിടക്കുന്ന ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ അച്ഛൻ നമ്മളോട് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാനും അച്ഛനും കൂടി ഈ കാസറ്റ് മേടിക്കാനായിട്ട് പോയ ആ ഒരു ഓർമ്മകൾ, തിരിച്ച് സ്കൂട്ടറിൽ വരുന്ന സമയത്ത് എനിക്ക് ജ്യൂസ് മേടിച്ച് തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഇതെല്ലാമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഇനി ഞാൻ കൂടുതൽ പറയുന്നത്, ഞാൻ കരയില്ല ഗൈസ്, ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. കമോൺ പിയ. അപ്പോൾ അതെ, അങ്ങനെയാണ് സംഭവങ്ങൾ. കമോൺ ഇങ്ങോട്ട് വരൂ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലാണ്. അതായത് പാട്ട് കേൾക്കുക, എൻ്റേതായൊരു ലോകത്തായിരുന്നു ഞാൻ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ ഒരു സമാധാനമായിട്ട് ഇരിക്കുക, ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ നെസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് തൽക്കാലത്തേക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് തന്നെ ബാക്ക് ടു വർക്ക് എന്നുള്ളൊരു സംഭവത്തിലേക്ക് കിടക്കാം. അപ്പം നാളെ തൊട്ട് ചെയ്യില്ലേ ചേട്ടാ നമ്മൾ? അപ്പം നാളെ തൊട്ട് നമ്മൾ വീഡിയോസ് എടുത്ത് തുടങ്ങുകയാണ് ഗൈസ്. അപ്പം നാളെ തൊട്ട് ഒരു പുതിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്താണോ കറൻ്റ്ലി എങ്ങനെയാണോ അത് ഓരോ ഡേയും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. നാളെ തൊട്ട് ഞാനൊരു പുതിയ കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ യോഗ ഇവിടെ ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പം നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ, ഫ്ലാറ്റിൽ തന്നെ താഴെ യോഗ ടീച്ചർ വരുന്നുണ്ട്, യോഗ ക്ലാസ് നടക്കുന്നുണ്ട്, അതുപോലെ സൂംബ ഉണ്ട് വൈകിട്ട്. അപ്പം എനിക്ക് ഈ രണ്ടിനും ചേരണം എന്നുണ്ട്. പക്ഷേ പറ്റാഞ്ഞത് ഈ കോളേജിൽ പോകേണ്ട നമ്മുടെ ടൈമായിട്ട് ശരിയാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 2 months വെക്കേഷൻ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ നമുക്ക് പല ദിവസങ്ങളും കോളേജിൽ പോകേണ്ടി വരും, എങ്കിലും നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതലും നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും പോവാം, യോഗ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതും ഒരു എന്താ പറയുക റുട്ടീൻ്റെ ഭാഗമായിട്ട് അതും കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ തൊട്ട് ഞാൻ യോഗയ്ക്ക് പോവുകയാണ്. അവിടെ എൻ്റെ അമ്മ ഉണ്ടാവും ഗൈസ്. അപ്പം അമ്മയും അമ്മയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ ഞാനും കൂടെ പോയി യോഗ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ എന്തായാലും താങ്ക്സ് എ ലോട്ട് ഫോർ ദ സപ്പോർട്ട്. എന്നെ തിരക്കിയതിനും അന്വേഷിച്ചതിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, ഇവിടുത്തെ ഒരു കടയിൽ പോയ സമയത്ത്
ഒരാളിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും അവിടെ വെച്ച് മറന്നോ, മറവി സ്വാഭാവികമാണല്ലോ, ഞാൻ എന്തെങ്കിലും എന്നോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനൽ കാണുന്ന ആളാണ് കേട്ടോ. പേര് സൗമ്യ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൗമ്യ താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി സൗമ്യ വന്ന് സംസാരിച്ചതിനും. സൗമ്യയുടെ കൂടെ ബ്രദറാണോ ഹസ്ബൻഡാണോ എന്നറിയില്ല, ആരോ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഹായ് ആൻഡ് താങ്ക്സ് എ ലോട്ട്. അതേപോലെ നമ്മുടെ ട്രെയിനിൽ ഞാൻ ലാസ്റ്റ് ഡേ, അതായത് കോളേജ് അടയ്ക്കുന്ന ദിവസം കൊണ്ട് വരുന്ന ദിവസം പെട്ടെന്ന് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് വേഗം ഓടി വന്നിട്ട് കമ്പാർട്ട്മെൻറ്റ് എവിടെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു എന്താ പറയുക ഹാങ്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവസാനം പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഉള്ളൊരു അപ്പോഴേക്കും പാസ്സായി, ട്രെയിൻ വന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോയി. സംസാരിക്കാനുള്ള അവസ്ഥയിലുമായിരുന്നില്ല. അതുകൊണ്ട് ആരാണെങ്കിലും ഹായ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് താങ്ക്സ് എ ലോട്ട്. നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇനി വിഷു വിശേഷങ്ങളും പുതിയ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഇവിടെ PA ആണെങ്കിലും കുറച്ച് പുതിയ റെനോവേഷൻസ് ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വീഡിയോസുമായിട്ട് നമുക്ക് മുന്നോട്ട് കാണാം. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. Love you all. Take care. Life is beautiful.